കഴിഞ്ഞ 35 വർഷക്കാലമായി വൈക്കം ചെമ്മനത്തുകര IHDP നഗറിലെ 35 പട്ടികവർഗ കുടുംബങ്ങളുടെ പട്ടയം നിഷേധിക്കുകയാണ് സർക്കാർ. പട്ടയം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭ സമരങ്ങൾ ഇവർ നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും ഫലവത്തായി വരാത്തതിനെ തുടർന്നാണ് വൈക്കം ആദിവാസി ഭൂ അവകാശ സമിതിയുടെ നേതൃത്വത്തിൽ ലോക ആദിവാസി ദിനത്തിൽ വൈക്കം ട്രൈബൽ ഓഫീസ് ഉപരോധിക്കേണ്ടി വന്നത്. ഞങ്ങൾ ഈ സമരം അനിശ്ചിതകാല സത്യാഗ്രഹ സമരം താലൂക്ക് ഓഫീസിന് മുന്നിൽ തുടർന്നു വന്നിട്ട് ഇന്ന് 276 ദിവസം തികയുകയാണ്. പട്ടയം ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞു തന്നെ കുഴപ്പിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഭൂമിയുടെ അവകാശം ഈ പറയുന്ന ജനങ്ങൾക്ക് നൽകുന്നതിൽ എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിനുള്ള ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ അവകാശം നിഷേധിക്കുന്നത്? ഞങ്ങളുടെ തെരുവിളിക്കുള്ള സമരം ചെയ്യുമ്പോൾ ഇവര് 35 കുടുംബങ്ങൾക്ക് 24 കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കും എന്ന് കൃത്യമായി ഇവർ പറയുമ്പോൾ ഈ 24 കുടുംബങ്ങൾക്ക് ഇത്ര പട്ടത്തിൽ ബാക്കി വന്നവരെല്ലാം കയ്യേറ്റക്കാരെന്നാണ് പറയുന്നത്. ഇതിനിടെ 35 കുടുംബങ്ങളിൽ 24 കുടുംബത്തിന് മാത്രമേ പട്ടയം നൽകൂ എന്നാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ബാക്കി 11 കുടുംബങ്ങളെ കയ്യേറ്റക്കാരായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. എന്നാൽ ഈ 11 കുടുംബക്കാർക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഇലക്ട്രിസിറ്റി കണക്ഷൻ, വാട്ടർ കണക്ഷൻ തുടങ്ങി ലഭിക്കുന്നതിന് ആവശ്യമായ രേഖകൾ നൽകിയിട്ടുള്ളതും ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അങ്ങനെയിരിക്കെ ഇവരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് അവർ ആരോപിക്കുന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ഇവർ പറയുന്നു. കൂടാതെ ഊരുമൂപ്പൻ എന്ന നിലയിൽ സ്വയം പ്രഖ്യാപിത വ്യക്തി ഇവിടെ സ്ഥിര താമസക്കാരൻ അല്ലെന്നും ഒരു തുണ്ടുഭൂമി പോലും ഇല്ലാത്ത ഇയാൾ ചില പാർട്ടികളുടെ പിമ്പായിട്ട് പ്രവർത്തിക്കുന്നു എന്നും പറയപ്പെടുന്നു. 11 കുടുംബക്കാർക്ക് പട്ടയം ലഭിക്കാത്തതിന് പിന്നിലും ഇയാൾ തന്നെയാണെന്ന് ആരോപിക്കപ്പെടുന്നു. വൈക്കത്ത് ചെമ്മനത്തുകരയിലാണെങ്കിലും ആദിവാസി ജനവിഭാഗത്തോട് നീതി പുലർത്തുവാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല. ഭരണകൂടത്തിന് അവയവങ്ങളായിട്ടുള്ള ഇവിടുത്തെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള ഒരു ഏജൻസിക്കും ഈ ജനവിഭാഗത്തോട് നീതി പുലർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ട്രൈബൽ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 35 വർഷമായിട്ട് ജനിച്ച മണ്ണിന്റെ അവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സമരം ചെയ്ത് ഈ 35 വർഷക്കാലം 35 ആദിവാസി കുടുംബങ്ങൾക്ക് പട്ടയം വേണ്ടി തരണമെന്ന് മാത്രമേ പറഞ്ഞോളൂ. ഈ ആദിവാസികളായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ അവർ താമസിക്കുന്നത് വേറെ ഒന്നും ആശയം ആവശ്യപ്പെട്ടില്ല. ആദിവാസികൾക്ക് വേണ്ടി പ്രത്യേകം നിലകൊള്ളുന്ന ട്രൈബൽ ഓഫീസിൽ ഇതേ സംസാരിച്ചപ്പോൾ ഈ ഭൂമി അവർ പണയം വെച്ചിട്ടുണ്ടെന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായി അത് എന്റെ വ്യക്തമായ രീതിയിൽ എനിക്ക് അറിയാൻ സാധിച്ചത്. ആദിവാസികൾക്ക് കൊടുത്തിട്ടുള്ള ഭൂമി ഇവരുടെ ട്രൈബൽ ഓഫീസിന്റെ പേരിലാണ്, ആ ഓഫീസിന്റെ പേരിലാണ് ഈ ഭൂമി അവർക്ക് പതിച്ചു കൊടുത്തത്. അല്ലാതെ ആദിവാസികളുടെ പേരിലല്ലായിരുന്നു. മറിച്ച് സമരം തുടക്കം കുറിച്ചപ്പോൾ ഇതിന് ചില ഏജൻസികളും MLA ആശ ഉൾപ്പെടെ അടങ്ങുന്നവർ 1 കോടി രൂപ വാഗ്ദാനം വികസന പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ IHDP കോളനിയിലേക്ക് ചെല്ലുകയുണ്ടായി. എന്താണ് ഈ IHDP കോളനിയുടെ അവസ്ഥ? ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ വീടൊന്നൊക്കെ മുന്നിൽ പോകുന്ന അവിടെ മുന്നിൽ കുട്ടികൾ ഉൾപ്പെടെ അടങ്ങുന്നവർ വളരെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ ഉൾപ്പെടെ കഷ്ടപ്പെടുന്ന ആ കുടി അതിന് സ്വന്തം ഭൂമിയിൽ പട്ടയം നൽകണമെന്ന് മാത്രമേ ഇവർ ആവശ്യപ്പെട്ടുള്ളൂ. 35 വർഷമായി പട്ടയം ലഭിക്കാതെ സാഹചര്യത്തില് വിവിധ തലങ്ങളിൽ സമരം പ്രഖ്യാപിക്കുകയും സമരം നടത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ബാക്കിയുള്ളവരെ പുറത്താക്കുക എന്നൊക്കെയുള്ള വിഭാഗീയത ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഭരണകൂടത്തിനും അവരുടെ ചില നടപടികളാണ്. എന്തിനേക്കാൾ ആശയം വേണ്ടാത്ത
പക്ഷേ ഇതൊക്കെ എവിടെ പോയി? ഇവിടെ വിജയിച്ചെങ്കിൽ വിജയം അന്വേഷിക്കണം. ഇവിടെ ആദിവാസി ഈ വൈക്കം തന്നെ, ഈ വൈക്കം താലൂക്കിലുള്ള ട്രൈബൽ ഓഫീസിലെ ആദിവാസികൾക്കുള്ള ഫണ്ട് ഏത് വിധത്തിൽ വിനിയോഗിച്ചു, അത് എവിടെ പോയി എന്നുള്ളത് വിജിലൻസ് അന്വേഷണം വെക്കണം. അത് നിർബന്ധമാണ്. പിന്നെ ഈ പറയുന്ന ചെമ്മരത്തുകര നഗറിലേക്ക് അല്ലെങ്കിൽ കോളനിയിലേക്ക് ഒരു കോടി 1.5 കോടി വികസനത്തിന്റെ ഫണ്ട് വന്ന് ഈ ഫണ്ട് എവിടെ പോയി? ഇപ്പൊ വാഗ്ദാനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഓരോ ആളുകൾ ചോദിക്കുന്ന വാഗ്ദാനമുണ്ട്. നിങ്ങൾക്കൊക്കെ എന്തിന്റെ കുറവാ? നിങ്ങൾ പിള്ളേരുണ്ടായ കാശ്, നിങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ കാശ്, കല്യാണം കഴിക്കുന്ന കാശ്, എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് പാസ്സായി നിങ്ങൾക്ക് സർക്കാരിയല്ലേ? ഞാൻ അതിന് മറുപടി പറഞ്ഞില്ല. കാരണം ഇപ്പൊ എന്റെ മാനസിക ക്ഷോഭം വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലൊരു ഉത്തരം എനിക്ക് പറയേണ്ടതായിട്ട് വരും. ഞാൻ ഈ പാവങ്ങളോടത്തിന് പറയാതെ ചിലപ്പോൾ പോലീസ് കൊടുത്ത് അർത്ഥം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വാക്കുകൾ ഞങ്ങളുടെ വായി വരും. അത്ര വേദനയുണ്ട്. നിങ്ങൾ പറയുമ്പോൾ ഈ 1 വർഷക്കാലം ഞങ്ങൾക്ക് ഒരു പണിയിലായിട്ടല്ല അതിനകത്തോട്ട് കിടക്കുന്നത്. അതിനകത്ത് ഇരിക്കുന്ന ഒരു പട്ടിണിയും ദുഃഖവും ദുരിതം അനുഭവിച്ചിരിക്കുന്നത്. മഴ വരുമ്പോൾ മഴ വെള്ളം, വെയിലാകുമ്പോൾ ചൂടാകുമ്പോൾ കൊതുകിന്റെ കടി വെച്ച് അതുകൊണ്ട് അതിനകത്ത് കിടക്കുന്നില്ലേ? ചുമ്മാ ഒരു സുഖം കിട്ടാനൊന്നുമല്ല. ഈ വൈക്കത്തിന്റെ ഈ മണ്ണില് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അയ്യങ്കാളിയുടെ സമര പ്രത്യശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചു നോക്കുമ്പോൾ ഈ രീതിയിലുള്ള സമരങ്ങളാണ് വേണ്ടത്. പക്ഷെ ഞങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണെന്നറിയാം. ഇന്ന് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നേടിത്തരാൻ വേണ്ടി അദ്ദേഹം സമരം ചെയ്ത് മാറുമറക്കാൻ സമരം ചെയ്ത് പട്ടിക മാറുമറപ്പിക്കാൻ ഞങ്ങൾ സമരം ചെയ്യാൻ പോവാ. ഇത് മാറുമറപ്പിക്കാനുള്ള സമരം ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം അത് നേടിത്തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഇതെന്തൊരു നാറിയ ഭരണമാണിത്. ഇത് ആരോട് ചോദിക്കണം? നമ്മള് എവിടെ തന്നെ കൈ നീട്ടണം? ആരും കാണാൻ കമ്മൂലക്കാരിയായിട്ട് കാര്യം ഓഫീസിൽ വെച്ചായിരുന്നു. ഇത് സഖാവ് പറഞ്ഞാൽ ഇതേപോലെ അടിച്ചുപൊളിച്ച് ദൂരേണ്ട കാര്യം എന്തിനാ? ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ഞങ്ങൾ ഈ തെരുവിലവിടെ കടന്നോളാം. ഞങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ വേണ്ട, ആനുകൂല്യം വേണ്ട. കാഞ്ഞപ്പള്ളി ഓഫീസർ പറഞ്ഞെന്താണെന്നറിയാമോ? ഞാനേ തീരുമാനിക്കാൻ നിങ്ങൾക്കിത് വേണോ വേണ്ട എന്നുള്ളത്. പട്ടയം കൊടുക്കാതെ അവരെ ആട്ടി ഓടിച്ചുകൊണ്ടും തല്ലി പുറത്താക്കിക്കൊണ്ടും അവരുടെ ജീവിതമാർഗം കണ്ടെത്താതെ അവർ കുഞ്ഞു കുട്ടികളെ എടുത്തോണ്ടും പേരക്കിടാങ്ങളെ എടുത്തോണ്ടും റോഡ് നീളെ നടക്കുന്നത് കാണുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് വളരെ ലജ്ജിക്കുന്നില്ലേ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉയർത്താനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് ഭരണഘടനാപരമായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറുടെ ജനാധിപത്യ പോരാട്ടം. ആ സംവരണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ആശ 276 ദിവസമായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹരിച്ചില്ല എന്നുള്ളത് പറഞ്ഞാൽ എത്ര ലജ്ജാകരമാണ്. ഇതാണ് ജനാധിപത്യ കേരളം എന്ന് പറയുന്നത്. ഈ ജനാധിപത്യ കേരളത്തിലാണ് 35 ആദിവാസി കുടുംബങ്ങൾ 35 വർഷമായിട്ട് ഇവരെ പട്ടയം തടഞ്ഞു വെച്ചത്. ആശയ്ക്ക് എന്ത് ഉത്തരവാദിത്തമുള്ളത്? അതുകൊണ്ട് ആദ്യം ഞങ്ങൾ പറയുന്നത്, ആശയ്ക്ക് നാണമില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. അതുകൊണ്ട് ആശ MLA ഈ നിമിഷം രാജിവെച്ച് പുറത്തു പോവുക. അതുപോലെ ഈ ട്രൈബൽ ഓഫീസിലേക്കുള്ള മാർച്ച് ഞങ്ങൾ ഇവിടെ വിവിധ സമരങ്ങൾ നടത്തിയതിനു ശേഷമാണ്. എന്തിനാ ഇങ്ങനെ ഒരു ട്രൈബൽ ഓഫീസ്? പട്ടികജാതിക്കാർക്ക് എന്തിനാ ഇങ്ങനെ ഒരു പട്ടികവർഗങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ട്രൈബൽ ഓഫീസ്? ഈ ട്രൈബൽ ഓഫീസൊക്കെ അടിച്ച് നിരത്തേണ്ടതാണ്. എന്തിനാ ഇവർ ഈ 276 ദിവസമായിട്ടും ഈ ട്രൈബൽ ഓഫീസിന്റെ ഈ ഉദ്യോഗസ്ഥന്മാർ എന്ത് നടപടിയാണ്? അപ്പൊ ഈ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം. ഇപ്പൊ ഇവിടെ എല്ലാവരും പറയുന്നത് ആദിവാസികളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ പട്ടികജാതിക്കാരുടെ മാത്രം അല്ല. ഇതൊരു ജനാധിപത്യ പ്രശ്നമാണ്. ഇതൊരു ജനാധിപത്യ പ്രശ്നം എന്ന നിലയിൽ ഞങ്ങൾ ഇതിനെ കാണുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യവാദികൾ, പുരോഗമനകാരികൾ, വിപ്ലവകാരികൾ, ജനാധിപത്യ ശക്തികൾ ഈ സമയത്തെ പിന്തുണക്കണം. ഇവിടെ എത്ര പുരോഗമന ജനാധിപത്യ ശക്തികൾ ഈ സമരത്തെ പിന്തുണക്കുന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നു. ഈ CPM ഒക്കെ വലിയ പുരോഗമന സംഘടനകളാണ്. DYFIക്കാർ, ഇവിടെ DYFIയുടെ നിലപാട് എന്തായിരുന്നു? ഇത്രയും മാസങ്ങളായിട്ട് ഇപ്പൊ 1 വർഷം അടുക്കുന്ന ഈ സമരത്തിൽ എന്തിന് കോൺഗ്രസിന്റെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താ? ഈ പ്രതിപക്ഷത്തിന് എന്താ ഇവിടുത്തെ റോളെന്താ? അപ്പൊ BJPയോ
ഈ ബി ജെ പി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പിയും എല്ലാം ആദിവാസികളെയും ദളിതുകളെയും സമരത്തെ എങ്ങനെയാണ് കാണുന്നത് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയത് 35 വർഷമായിട്ട് എത്ര ലജ്ജാകരമാണ്. നാണമില്ലേ ഇവിടെ? ഈ ഭരണകൂടത്തിന് നാണമില്ലേ? എത്ര ലജ്ജാകരമാണ്.